പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 13-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലക്ഷമണി പോലെ നടത്തുകയും സൂക്ഷിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആരും അറിയാത്തവനെ ദൈവം അറിയുന്നു. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക്. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായോട്, ആളെ അയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നാം വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇശായോട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ മക്കൾ എല്ലാവരും ആയോ? ഹല്ലേലൂയ. ആ സമയത്ത് ഇശായി പറയാണ്, എന്റെ ഇളയ മകനായ ഒരുവനും കൂടുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്നവർ, ഈ വചന പശ്ചാത്തലം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ ഈ 16-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജ്യസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ച വചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വചന പശ്ചാത്തലം വ്യക്തമായി വെളിപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ ഇതാ ദൈവം തെളിയിരിക്കുകയാണ്. ഇതാ രണ്ടാമത്തെ രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയാണ്, തൈലക്കൊമ്പിൽ തൈലവും നിറച്ചുകൊണ്ട് ബെത്ലഹേമ്യനായ ഇശായിയുടെ വീട്ടിലേക്ക് നീ പോകുക, അവന്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ഇപ്പോൾ ഇശായിയുടെ വീട്ടിൽ വന്നു. ഇശായിക്ക് 8 മക്കളാണുള്ളത്. 7 മക്കളെയും പ്രവാചകന്റെ മുമ്പിലേക്ക് ഓരോരുത്തരായിട്ട് ഇതാ ഇശായി നിരത്തി നിർത്തിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ്. ഇവൻ തന്നെയാണ് അഭിഷേകം ചെയ്യപ്പെടേണ്ടത്, ഇവനെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. ഇങ്ങനെ 7 മക്കളെയും പ്രവാചകന്റെ മുമ്പിൽ നിർത്തി അറിയാം തന്റെ അപ്പനായ ഇശായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പക്ഷെ അവരുടെ ആരുടെയും മേൽ ദൈവത്തിന്റെ നിയോഗമില്ലാത്തത് കൊണ്ട് ഇശായിയോട് പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ മക്കളിൽ എല്ലാവരുമായോ? അതാണ് നാം കുറിവാക്യമായി വായിച്ചു കേട്ടത്. അവിടെ ഇശായി മറുപടി പറയാണ്, ഇനി ഒരുവനും കൂടെ ഉണ്ട്, അവൻ എന്റെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലാണ് ആയിരിക്കുന്നത്. ഇശായിയുടെ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ? അവനെ ഇതിനൊന്നിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. അവനെ ആടിനെ മേയ്ക്കാൻ മാത്രമാണ് കൊള്ളാവുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാത മെസ്സേജ് കേൾക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയുവാൻ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ബന്ധുക്കാരോ നിങ്ങളുടെ അയൽക്കാരോ ആ ദേശത്തിൽ ഒരാട് പോലും ഇല്ലായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് പറയുന്നു, ആരും കാണാത്തവനെ, ആരും അറിയാത്തവനെ എൻ്റെ ദൈവം അറിയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്നുകൂടെ നടക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ തീരുമാനിക്കണം. കാരണം എന്നെ കേൾക്കുന്നവരെ തൻ്റെ അപ്പൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ ദാവീദ് വിശ്വസ്തനാണ്.
കാട്ടിൽ തന്റെ ആടുകളുമായിട്ട് തന്റെ ചെറുപ്രായത്തിൽ താൻ ആ കാട്ടിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ താൻ വിശ്വസ്തയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കൂട്ടുണ്ടാകത്തില്ല. ആരും കാണാത്ത മേഖലയിൽ ഒറ്റയ്ക്ക് നീ കരയുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുമെങ്കിൽ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത നിന്നെ തെള്ളിയ എല്ലാവരുടെയും മുമ്പിൽ ആ പട്ടണത്തിൽ എന്റെ ദൈവം പരസ്യമായി നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കളുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഇളയ മക്കൾ എപ്പോഴും അവരുടെ മാതാപിതാക്കളോട് ചേർന്നുകൊണ്ട് അവരെ വാത്സല്യ സന്തതികളായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു യോസേഫ്. യോസേഫിന്റെ ജ്യേഷ്ഠന്മാരെയായിരുന്നു അപ്പനായ യാക്കോബ് ആടുകളെ മേയ്ക്കുവാൻ അയച്ചിരുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെയാണ്. മൂത്ത മക്കളെ ആയിരുന്നു ഹല്ലേലൂയ ആ വീട്ടിലെ ആടുകളെ മേയ്ക്കുവാൻ അയച്ചിരുന്നത്. എന്നാൽ ഇശായിയുടെ ഇളയ മകനായ ദാവീദിനെ തന്റെ ആടുകളെ മേയ്ക്കാൻ കാട്ടിലേക്ക് വിട്ടേക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇശായിക്ക് അത്രത്തോളം സ്നേഹമോ അത്രത്തോളം അടുപ്പമോ ദാവീദിനോടില്ല. തന്റെ സ്നേഹം മുഴുവൻ തന്റെ മൂത്ത മക്കളുടെ മേലിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിൽ പോലും ദാവീദിനെ അറിയിക്കാത്തത്. എന്നാൽ ആരും കാണാത്ത ആരും അറിയാത്ത ദാവീദിന്റെ മേലിൽ ദൈവത്തിന്റെ കണ്ണ് വെളിപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കാമോ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഈ പകൽ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആ ജോലിയിൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുവാനോ നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളുടെ കടബാധ്യതയിൽ ആ രോഗത്തിന്റെ അനുഭവത്തിലും എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ആരും നിങ്ങളെ സഹായിക്കാൻ ഇല്ലാത്ത അനുഭവത്തിലാണോ? ഈ പ്രഭാതത്തിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ്, എന്റെ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം ആരും സഹായിക്കാനില്ലാത്തവന് വേണ്ടി സഹായമായി വെളിപ്പെടും. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. 38 വർഷമായ കുളക്കടവിൽ കിടക്കുന്ന വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 7-ാമത്തെ വാക്യം. രോഗി അവനോട്, യജമാനന് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ യേശുവിനോട് മറുപടി പറയാണ്, ആ കുളത്തിലേക്ക് ഇറക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ സഹായിക്കുവാൻ ആരുമില്ലെങ്കിൽ എൻ്റെ കർത്താവ് നിന്റെ അടുക്കലേക്ക് നേരിട്ട് ഇറങ്ങി വരാൻ പോവുകയാണ്. വിശ്വാസം കൈവിടാതെ ഉറച്ച് ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. ഒരു മറുപടിയുടെ ദിവസമാക്കി ഈ പ്രഭാതം ദൈവം തീർക്കുവാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിയേ, ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുവാനോ അവനെ സഹായിക്കുവാനോ വേറെ ആരുമില്ല. എന്നാൽ തൻ്റെ ഭക്തനായ തന്നോട് പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ആ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അവനെ സഹായിക്കുവാൻ, സിംഹങ്ങളുടെ വായടച്ച് കളയുവാനായിട്ട് എൻ്റെ ദൈവം ആ സിംഹക്കുഴിയിൽ ഇറങ്ങി വരികയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഇതേപോലെ സഹായത്തിന്റെ കരം നീട്ടുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. അതേപോലെ തന്നെ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 3 ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും. ശദ്രക്, മേശക്, അബ്ദുനോഗ് 3 ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവർ രാജാവിന്റെ കൽപ്പന പ്രകാരം ഇതാ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയപ്പെടുകയാണ്. അവരെ സഹായിക്കുവാനായിട്ട് അവിടെ ആരുമില്ല. എന്നാൽ തീച്ചൂളയിൽ 4-മനായിട്ട് എൻ്റെ ദൈവം അവരെ സഹായിക്കുവാൻ ഇറങ്ങി വരികയാണ്. ഇതാ നെബൂഖദ്നേസർ രാജാവ് സിംഹാസനത്തിൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നമ്മൾ തീയിലിട്ടത് 3 പേരെയാണ്, പക്ഷെ അവരെ സഹായിക്കേണ്ടതിനു വേണ്ടി തീയിൽ 4-മനായി ഒരുവൻ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. ലോകക്കാർക്ക് ആർക്കും സഹായിക്കാൻ പറ്റാത്ത അനുഭവത്തിൽ എൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നെ സഹായിക്കുവാൻ അങ്ങ് മതിയായ ദൈവമാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ദാവീദിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ദാവീദിനെ പ്രവാചകന്റെ വാക്കുമൂലം ദാവീദിനെ ആടെ അയച്ചു വരികയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം അനുസരിച്ച് ദാവീദ് എവിടെയാണോ തള്ളപ്പെട്ടത്, എവിടെയാണോ താഴ്ത്തപ്പെട്ടത്, അവിടേക്ക് എൻ്റെ ദൈവം ദാവീദിനെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുകയാണ്. തെല്ലപ്പെട്ടവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ ദാവീദിന്റെ തലയെ എണ്ണ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുകയാണ്. വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും ആര് കണ്ടില്ലേലും ആര് സഹായിച്ചില്ലേലും എൻ്റെ ദൈവം തക്ക സമയത്ത് അവന് വേണ്ടിയുള്ള വഴികൾ തുറക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ. എൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിയാം, കുടുംബപരമായിട്ട് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആരും സഹായിക്കാനില്ലാതെ, ഒരു ജോലിക്ക് വേണ്ടി ആരും സഹായിക്കാനില്ലാതെ, ആ കടബാധ്യതയിൽ ആരും സഹായിക്കാനില്ലാതെ, ആ രോഗത്തിന്റെ അനുഭവത്തിൽ ആരും സഹായിക്കാനില്ലാതെ അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവേ, ഇവരുടെ വിഷയത്തിനകത്ത് അങ്ങയുടെ കരം അങ്ങ് നീട്ടാൻ പോകുന്നതിനായി നന്ദി. അങ്ങയുടെ ആണിപ്പാടുള്ള കരം കൊണ്ട് അങ്ങ് ഇവരെ തൊടാൻ പോകുന്നതിനായി നന്ദി. ഈ പ്രഭാതത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഇവരെ മേലിൽ അങ്ങ് അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് വിടുതൽ അയച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു ഗുഡ് ന്യൂസ് അറിയിക്കുന്നു. എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുകയാണ്. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവായിട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങളെയും പ്രത്യേകിച്ച് ഞാൻ ആ സൂമിലെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. കടന്നു വന്നിട്ട് അനേക ആയിരങ്ങൾ അതിൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.